എനിക്ക് പേഴ്സണലി ഡിവോഴ്സ് ചെയ്യാൻ ഇഷ്ടമില്ല. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഓരോ പാരന്റ്സും ആക്ച്വലി ചെയ്യുന്നത് സ്വന്തം മക്കൾക്ക് ഒരു ലൈഫ് ലോങ് ട്രോമ കൊടുക്കലാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഡിവോഴ്സ് ആവാത്ത സമൂഹത്തിനെ പേടിച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾ പർപ്പസ്ഫുള്ളി ആ ബ്ലെയിമും കുട്ടികളുടെ തലക്കിട്ട് കൊടുക്കുക. പറയാൻ പോകുന്ന കാര്യം എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷെ ചില കുട്ടികൾക്കെങ്കിലും സ്കൂളും കോളേജും വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ ഹോസ്റ്റലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വെക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും ഒരു നൈറ്റ് മെയർ ആയിരിക്കും. അച്ഛനും അമ്മയും കുട്ടികളും കൂടെ ഒരു ബിൽഡിങ്ങിനകത്ത് ഒന്നിച്ച് താമസിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും വീടാവത്തില്ല. വീട് എന്ന് പറയുന്നത് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് സമാധാനവും സന്തോഷം കിട്ടുന്നതാണല്ലോ. പാരന്റ്സ് തമ്മിൽ നിരന്തരമായിട്ട് അടി ഇടി വഴക്ക് ബഹളം ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടികൾക്ക് ആക്ച്വലി നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ലൈഫ് ലോങ് ട്രോമയാണ്, ഇൻസെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള കുട്ടികളെ എത്ര ഹീൽ ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് ഹീൽ ആവാനേ പറ്റത്തില്ല. ഈവൻ അവർ എത്ര സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു അനക്കം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാകുമ്പോൾ പോലും അവർ പെട്ടെന്ന് പാനിക് ആവും, പെട്ടെന്ന് പാനിക് അറ്റാക്സ്. മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ആക്ച്വലി നിങ്ങൾ വളർത്തിയെടുക്കുന്നത് നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ അല്ല, ലൈഫ് ലോങ് ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു സോളിനെയാണ്. സോ പ്ലീസ്, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കുട്ടികളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിരന്തരം അവരുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കിയിട്ടും സൗണ്ട് ഉണ്ടാക്കിയിട്ടും അവരെ കൂടുതൽ ട്രോമയിലോട്ട് തള്ളിവിടുന്നതിന് പകരം സെറ്റ് ദം ഫ്രീ. ഞാൻ ഒരിക്കലും ഡിവോഴ്സിനെ ഗ്ലോറിഫൈ ചെയ്യേ അല്ലെങ്കിൽ ചെറിയൊരു ഇൻകൺവീനിയൻസ് ഉണ്ടാവുമ്പോഴത്തേക്കും നിങ്ങൾ കയറി അങ്ങ് ഡിവോഴ്സ് ചെയ്യണം എന്നോ അല്ല പറയുന്നത്. പക്ഷെ നിരന്തരം ഇതുപോലെ കുട്ടികൾക്ക് ട്രോമ കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണ് പാരന്റ്സ് സെപ്പറേറ്റ് ആയി താമസിച്ച് കുട്ടികളെ നന്നായി ടേക്ക് കെയർ ചെയ്യുന്നത്.